ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി തങ്ങളുടെ പ്രധാന വ്യോമതാവളങ്ങളിൽ ഇന്ത്യ ആക്രമണം നടത്തിയതായി സ്ഥിരീകരിച്ച് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് 4 ദിവസം നീണ്ട യുദ്ധസമാന സാഹചര്യത്തെക്കുറിച്ച് ഇന്നലെ നടന്ന ഒരു ചടങ്ങിലാണ് ഷഹബാസ് ഷെരീഫ് ആദ്യമായി പ്രതികരിക്കുന്നത്. ഇന്ത്യൻ ആക്രമണം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ പുലർച്ചെ 2:30 കരസേന മേധാവി ജനറൽ അസിം മുനീർ തന്നെ വിളിച്ചുണർത്തിയെന്നും പാക് പ്രധാനമന്ത്രി പറഞ്ഞു. ജനറൽ മുനീർ പുലർച്ചെ 2:30 എന്നെ നേരിട്ട് വിളിച്ച് ആക്രമണങ്ങളെക്കുറിച്ച് അറിയിച്ചു. നൂർഖാൻ വ്യോമതാവളത്തിലും മറ്റ് നിരവധി സ്ഥലങ്ങളിലും ഇന്ത്യ ബോംബിട്ടതായി ജനറൽ അസിം മുനീർ പറഞ്ഞു. അത് വളരെ ആശങ്കാജനകമായ നിമിഷമായിരുന്നു എന്നാണ് മാധ്യമങ്ങളോട് സംസാരിക്കവേ ഷഹബാസ് ഷെരീഫ് പറഞ്ഞത്. ഇതിന്റെ വീഡിയോ BJPയുടെ ദേശീയ IT വകുപ്പ് മേധാവി അമിത് മാൾവിയ എക്സിലൂടെ പങ്കുവച്ചു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ധീരതയ്ക്കും കാര്യക്ഷമതയ്ക്കും തെളിവാണിതെന്നും വീഡിയോയ്ക്കൊപ്പം അമിത് മാൾവിയ കുറിച്ചു. ഏപ്രിൽ 22-ന് കശ്മീരിലെ പഹൽഗാമിൽ നിരപരാധികളായി 26 പേർ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയത്. ആക്രമണത്തിന് കാരണം പാക് ഭീകരരായതിനാൽ അവരുടെ താവളങ്ങൾ തെരഞ്ഞുപിടിച്ചായിരുന്നു ഇന്ത്യയുടെ പ്രതികരണം. യുദ്ധസമാനമായ സാഹചര്യം 4 ദിവസത്തോളം നീണ്ടുനിന്നു.